പശ്ചിമേഷ്യൻ യുദ്ധം മൂന്നാം വാരം പിന്നിട്ടിരിക്കെ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കുചേരുന്നതിൽ പ്രതിഷേധിച്ച് യുഎസ് നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോ കെന്റ് രാജിവെച്ചു. ട്രംപിനെതിരെ കടുത്ത പരാമർശങ്ങളുമായാണ് അദ്ദേഹം രാജിവെച്ചത്. ഇസ്രായേലിന്റെയും അമേരിക്കയിലെ പ്രബലരായ ഇസ്രായേൽ ലോബിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം തുടങ്ങിയതെന്ന് കെന്റ് ആരോപിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ അമേരിക്കയെ നശിപ്പിക്കാനുള്ള കെണിയാണെന്ന് തുറന്നടിച്ച കെന്റ് ട്രംപ് ഭരണകൂടത്തിലെ വൻ ഭിന്നതയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തിങ്കളാഴ്ച സമർപ്പിച്ച വികാരഭരിതമായ രാജിക്കത്തിൽ നിലവിലെ യുദ്ധം അമേരിക്കൻ താൽപര്യങ്ങൾക്കല്ല, മറിച്ച് ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് കെന്റ് വ്യക്തമാക്കുന്നു. ഇറാൻ അമേരിക്കയ്ക്ക് പെട്ടെന്നുള്ള ഭീഷണിയൊന്നും ഉയർത്തിയിരുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥരും അമേരിക്കൻ മാധ്യമങ്ങളിലെ സ്വാധീന ശക്തികളും ചേർന്ന് നടത്തിയ തെറ്റായ വിവരങ്ങൾ നൽകിയുള്ള പ്രചാരണത്തിൽ ട്രംപ് വീണുപോവുകയായിരുന്നു. ഇറാഖ് യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ച അതേ തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോഴും പ്രയോഗിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 2016-ലും 2024-ലും ട്രംപ് മുന്നോട്ട് വെച്ച അമേരിക്ക ഫസ്റ്റ് നയത്തിന് വിരുദ്ധമാണ് ഈ യുദ്ധം. പശ്ചിമേഷ്യയിലെ അവസാനിക്കാത്ത യുദ്ധങ്ങൾ അമേരിക്കൻ പൗരന്മാരുടെ വിലപ്പെട്ട ജീവനും സമ്പത്തും കവർന്നെടുക്കുകയാണെന്ന് കെന്റ് ഓർമ്മിപ്പിച്ചു. 11 തവണ യുദ്ധമുഖത്ത് ജോലി ചെയ്ത സൈനികനാണ് ജോ കെന്റ്. സിറിയയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തന്റെ ഭാര്യ ഷാനൻ കെന്റിന്റെ ഓർമ്മകൾ പങ്കുവച്ച അദ്ദേഹം ഇസ്രായേൽ നിർമ്മിതമായ യുദ്ധങ്ങളിൽ ഇനി ഒരു തലമുറ കൂടി മരിച്ചു വീഴുന്നത് കാണാൻ തനിക്ക് കഴിയില്ലെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ എന്നറിയപ്പെട്ടിരുന്ന കെന്റിന്റെ നീക്കം വൈറ്റ് ഹൌസിനെ തെല്ലൊന്നുമല്ല തളർത്തിയിരിക്കുന്നത്. കൂടാതെ യുദ്ധം അമേരിക്കയെ വലിയൊരു ഭീകരാക്രമണത്തിലേക്ക് നയിക്കുമെന്ന് കെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ വിഭവങ്ങളും ശ്രദ്ധയും പൂർണ്ണമായും പശ്ചിമേഷ്യയിലെ ഒരു അനാവശ്യ യുദ്ധത്തിലേക്ക് മാറ്റുന്നത് അമേരിക്കൻ മണ്ണിൽ ശത്രുക്കൾക്ക് അവസരമൊരുക്കും. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ ബലികഴിക്കാൻ കഴിയില്ല, കെന്റ് രാജിക്കത്തിൽ വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിലെ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന്റെ തലവനായ കെന്റ് ഇറാനിലെ സൈനിക ഇടപെടൽ രാജ്യത്തിന്റെ ആഗോള സുരക്ഷാ തന്ത്രങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വഴി ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ തോതിലുള്ള ഭീകരവാദ സംഘടനകളുടെ ഉദയത്തിന് കാരണമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം അമേരിക്കയ്ക്കുള്ളിൽ ലോൺ വുൾഫ് ആക്രമണങ്ങൾക്കും ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് NCTC മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യങ്ങൾക്കായി അമേരിക്കൻ സൈനികരെയും വിഭവങ്ങളെയും അമിതമായി ഉപയോഗിക്കുന്നതിൽ പെന്റഗണിന്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കും വലിയ അതൃപ്തിയുണ്ട്. സഖ്യകക്ഷികളായ ബ്രിട്ടനും കാനഡയും ജർമ്മനിയുമെല്ലാം പിന്മാറിയതിന് പിന്നാലെ സ്വന്തം ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ രാജിവെച്ചത് ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കെന്റിന്റെ രാജി യുദ്ധത്തെ ബാധിക്കുന്നില്ലെന്നും ഇറാനെതിരായ നീക്കം ശക്തമായി തുടരുമെന്നുമാണ് വൈറ്റ് ഹൌസ് വക്താക്കൾ പറയുന്നത്.